ഗുഡ് മോർണിംഗ് ഓൾ. അങ്ങനെ നമ്മൾ പുതിയൊരു അക്കാഡമിക് ഇയറിലേക്ക് കടന്നിരിക്കുകയാണ്. പുതിയ പുസ്തകം, ബുക്ക്, പേന, പെൻസിൽ, റബ്ബർ, പുതിയ ക്ലാസ് റൂം, പുതിയ ടീച്ചേഴ്സ്, പുതിയ ഫ്രണ്ട്സ്, അങ്ങനെ എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് എൻവയോൺമെന്റിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പം ഇതിക്ക് മുന്നേ അവധിക്കാലത്ത് നമ്മൾ ഇഷ്ടമുള്ള സമയത്ത് ഉറങ്ങി, ഇഷ്ടമുള്ള യൂട്യൂബ് വീഡിയോസ് കണ്ട് കളിച്ച്, വീഡിയോ ഗെയിംസ് കളിച്ച് കറങ്ങി അടിച്ചടക്കുന്ന ആ ഒരു ട്രാക്കിൽ നിന്ന് എങ്ങനെ ഒരു നല്ല സ്റ്റുഡൻ്റ് ആവാം, അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. സോ ദിസ് ഇസ് ജസ്റ്റ് എ ബിഗിനിങ്. ഫസ്റ്റ് വേണ്ടുന്നത് നമുക്ക് പഠിക്കാനായിട്ട് ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് നാളെ ഞാൻ പഠിക്കാനിരിക്കുന്നത് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ പോയിരുന്ന് പഠിക്കുക, പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരാന്തയിൽ പോയിരുന്ന് പഠിക്കുക, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ടി വിയുടെ അടുക്ക പോയിരിക്കുക. ഇങ്ങനെ പല പല പ്ലേസ് മാറി പോവാതിരിക്കുക. ടി വിയുടെ അടുക്ക ചെന്നിരിക്കുക സ്വാഭാവികമായിട്ട് അന്ന് ഒരു സിനിമ ഉണ്ടല്ലോ എന്ന് തോന്നും. ബിക്കോസ് ബ്രെയിൻ ഈസ് ഡൂയിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു സ്ഥലം നമുക്കത് കണ്ടാൽ തോന്നണം, ഒന്നിരുന്ന് നോക്കിയാലോ, ഒന്ന് പഠിച്ചാലോ എന്ന ഒരു മൈൻഡ് നമുക്ക് ഒരു തോട്ട് നമുക്ക് ഉണ്ടാവണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒരു സ്റ്റഡി ഏരിയ, ഒരു ചെയറും ഒരു മേശയും സെറ്റ് ചെയ്തിടുക. സെക്കൻഡ് തിങ്, ആ ഒരു സ്റ്റഡി ടേബിളും മേശയും നീറ്റായിട്ട് കീപ്പ് ചെയ്യുക. നമ്മുടെ കയ്യിൽ പല പല ടെക്സ്റ്റുകൾ കാണുമ്പോൾ അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നുപോകും. സോ നമുക്കത് വിഷനിൽ അത് കാണത്തക്ക രീതിയിൽ വേണം അറേഞ്ച് ചെയ്തിടാനായിട്ട്. നമുക്ക് കാണത്തില്ലെങ്കിലേ പലപ്പോഴും ഇങ്ങനൊരു സാധനം നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളത് നമ്മൾ വിട്ടുപോകും. സോ നമ്മുടെ വ്യൂ പോയിന്റിൽ വരത്തക്ക രീതിയിൽ സെറ്റ് ചെയ്തിടുക. എന്നിട്ട് അത് അങ്ങനെ നീറ്റായിട്ട് തന്നെ വെക്കാൻ ശീലിക്കുക. തേർഡ്, നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് അവേഴ്സിനെ ഒന്ന് ഷെഡ്യൂൾ ചെയ്യണം. അതായത് നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ കിടന്നുറങ്ങുന്ന ശീലമായിരിക്കും ഉള്ളത്, പക്ഷെ ഇനി അങ്ങോട്ട് അത് പറ്റത്തില്ല. ഇപ്പൊ എന്നൊക്കെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്ത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, രാവിലെ ഇരുന്ന് പഠിച്ചാൽ മനസ്സിലാവുമെന്ന് കേട്ടിട്ടുണ്ട് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ ഇരുന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ട് ഞാൻ കാലത്തണ്ടിരുന്ന് പഠിച്ച് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഉറക്കം വരും. ഞാൻ 2 മണിയാകുമ്പോൾ കയറികട തുറക്കും. എന്നിട്ട് 6 മണിയാകുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ സ്വപ്നം കണ്ടതാണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ വായിച്ചതായിട്ട് ആ ഒരു ഫീലാ വരിക. ഓക്കെ, സോ അങ്ങനെ വേണ്ട. നൈറ്റിലിരുന്ന് പഠിക്കുന്നതാണ് ഇഷ്ടമാണെങ്കിൽ ആ രീതിക്ക് സ്ലീപ്പ് അവേഴ്സിനെ ഒന്ന് ഷെഡ്യൂൾ ചെയ്യുക. അപ്പൊ ആദ്യം ഇപ്പൊ ഈ 3 കാര്യം ചെയ്താൽ മതി. ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്യുക, ആ സ്റ്റഡി ഏരിയ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ബുക്സ് ഒക്കെ നമുക്ക് കാണത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. തേർഡ്, നമ്മുടെ സ്ലീപ്പ് അവേഴ്സിനെ ഒന്ന് ഷെഡ്യൂൾ ചെയ്യുക. താങ്ക് യു.